മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കും. പരിശുദ്ധ കുർബാന അർപ്പിക്കുക, മാമോദിസ മുക്കുക എന്നീ പ്രധാന പുരോഹിത ദൗത്യങ്ങൾ വ്യക്തമാക്കുന്ന അടുത്ത ഗീതം ആലപിക്കുന്ന വേളയിൽ കുമ്പഴി ശുശ്രൂഷയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട ഇടമായ കുർബാന പീഠത്തെയും മാമോദിസ നൽകേണ്ട ഇടമായ മാമോദിസ തൊട്ടിയെയും അർക്കദിയാക്കോനാൽ നയിക്കപ്പെട്ട് ശംശാന ചുംബിക്കുന്നു. അങ്ങയുടെ ദിവസമായതാൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാകും. തന്റെ വിശുദ്ധനോട് ഇങ്ങനെ അരുളി ചെയ്തു,
അറിയിച്ച നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വാതിലിലൂടെ പ്രവേശിക്കാതെ വേറെ സ്ഥലത്തുകൂടി അകത്തടുത്ത് പ്രവേശിക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. വാതിൽ കാവൽക്കാരൻ അവരെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേരിൽ വിളിക്കുകയും അവയെ പുറത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തന്റെ ആടുകളെ പുറത്തിറങ്ങിയ ശേഷം അവൻ അവയ്ക്ക് മുമ്പേ പോകുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നതിനാൽ ആടുകൾ അവനെ അനുഗമിക്കുന്നു. അപരിചിതനെ ആടുകൾ അനുഗമിക്കുകയില്ല. അവ അയാളിൽ നിന്ന് ഓടിപ്പോകുന്നു. കാരണം അന്യന്റെ സ്വരം അവയ്ക്ക് പരിചിതമല്ല. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി ആടുകളെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അയാൾ കൂലിക്കാരനാണ്. അയാൾക്ക് ആടുകളെ പറ്റി വിചാരമില്ല. അതുകൊണ്ടാണ് അയാൾ ഓടിപ്പോകുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. എന്റെ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളതായി എന്നെ അറിയുകയും ചെയ്യുന്നു. ആളുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കുന്നു. എന്നാൽ ഈ ചുരുക്കപ്പെടാത്ത വേറെ ആളുകൾ എനിക്കുണ്ട്. അവയെ കൂടി ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവയും എന്റെ സ്വരം കേൾക്കും. അങ്ങനെ കൂട്ടവും ഒരിടയിലുമാകും. വീണ്ടും സ്വീകരിക്കുന്നതിനായി ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിൽ നിന്ന് എടുത്തു കളയുകയല്ല. സമൻസാലെ ഞാനത് സമർപ്പിക്കുകയാണ്. എന്നാൽ അർപ്പിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അത് വീണ്ടും കൈവശപ്പെടുത്തുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഇടവകയിലെ മാവേലി കുടുംബത്തിൽ നിന്ന് ചാക്കോ ആന്റണി സംസ്ഥാന ഇപ്പോൾ പുരോഹിത പട്ടം സ്വീകരിക്കുകയാണ്. പരിശുദ്ധമായ ഈ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് ദൈവം വലിയ ഒരു ദാനം നൽകുകയാണ്. ആ ദാനം എത്രയോ വിലപ്പെട്ടതാണ്, എത്രയോ പരിശുദ്ധമാണ്, എത്രമാത്രം സ്വർഗീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഉതകുന്നതാണ് എന്നതെല്ലാം ഇന്നത്തെ ഈ ശുശ്രൂഷയിലുടനീളം സഭ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനകളിലൂടെയും ഗീതങ്ങളിലൂടെയും ഒക്കെ പൗരോഹിത്യത്തിൻ്റെ ആ മഹനീയതയും അതിൻ്റെ സ്വഭാവവും എല്ലാം നമ്മൾ സഭ ഇന്ന് ഈ അവസരത്തിൽ ധ്യാനിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇതുപോലെയുള്ള അവസരം. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ഇടവക പുരാതനമായ ഒരു ഇടവകയാണെങ്കിലും പൗരോഹിത്യ ദാനം ഈ ഇടവയിൽ നിന്ന് ലഭിച്ചവര് വളരെ വിരളമാണ്. 3-4 വൈദികർ മാത്രമാണ് ഈ ഇടവയിൽ നിന്ന് ഈ ദാനം ലഭിച്ചവരായിട്ടുള്ളത്. അനേക അരനൂറ്റാണ്ടപ്പുറത്ത് ആണ് ഇവിടെ ഒരു പുരോഹിത
തിരുപ്പട്ട ശുശ്രൂഷ നടന്നത് ഈ പുതിയ ദേവാലയത്തിൽ ആദ്യമായി നടക്കുന്ന തിരുപ്പട്ട ശുശ്രൂഷയുമാണല്ലോ ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വലിയൊരു സംഭവമാണ്. ഈ അവസരത്തിൽ ദൈവം നൽകിയ ഈ ദാനത്തിന് നമുക്ക് ആത്മാർത്ഥമായി നന്ദി പറയാം. ഇന്ന് പട്ടം സ്വീകരിക്കുന്ന സംസ്ഥാന ചാക്കോ ആന്റണി വാസ്തവത്തിൽ പ്രത്യേകമായ രീതിയിൽ ഈ ദാനം സ്വീകരിച്ച ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു വിളിയും ഒക്കെ നമുക്ക് അവിടെ ദർശിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ഒരു സാധാരണ ബാലനായി ജീവിച്ചു, യുവാവായി ജീവിച്ചു. അദ്ദേഹം വിദ്യാഭ്യാസമെല്ലാം നേടി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ ജോലി ചെയ്ത് വളരെ അന്നത്തെ സാഹചര്യത്തിൽ വളരെ നല്ല ഒരു വേതനമൊക്കെ വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു ജോലിയിൽ വ്യാപൃതനായിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിളി സാധ്യതയില്ല. കാരണം മാന്യമായ ഒരു ജോലി, നല്ല ശമ്പളം, ഇന്നത്തെ സമൂഹത്തിൽ നന്നായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം അടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരവസരത്തിൽ ശൈലി ഈ ഭൗതിക നേട്ടങ്ങളിലും സുഖങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ അധിഷ്ഠിതമായ ഒരു ജീവിതം, അത് ഉപേക്ഷിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഒരു വിളിയാണ്. ഈ ലോകത്തിനു വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുവാനുള്ള ഒരു വിളിയാണ്. അപ്പോൾ ഈ ലോകത്തിൽ ആരെങ്കിലും ഈ ലോകത്തിന്റെ അരുവിയല്ല, ദൈവരാജ്യത്തിന് വിലപ്പെട്ട നിക്ഷേപങ്ങൾ സമാഹരിക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു തിരിച്ചറിവാണ് ഈ വിളിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം. അത് പക്വതയോടുകൂടി അതേക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഈ വിളി സ്വീകരിച്ച ആളാണ് ഈ സംസാരം. രക്ഷകനായ മിശിഹായുടെ ആ രക്ഷാകര പ്രവർത്തനങ്ങളെ പ്രത്യേകമായി കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യരക്ഷ എന്നുള്ള ആ വലിയ ദൈവ പദ്ധതിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഒരു ജീവിത സമർപ്പണമാണ് ഈ സന്യാസ സമൂഹം പ്രത്യേകമായി നടത്തുന്നതുപോലെ ഇന്നത്തെ ശുശ്രൂഷകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബലിപീഠത്തോട് ബന്ധപ്പെട്ടുള്ള ജീവിതമാണ് പുരോഹിതന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ബലി അർപ്പിക്കുവാൻ, ദൈവത്തിന് ദൈവജനത്തിന്റെ പേരിൽ കാഴ്ചകൾ സമർപ്പിക്കുവാൻ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഈ ബലി അർപ്പണം തന്നെയാണ്. അവിടെ നമ്മൾ കാഴ്ച അർപ്പിക്കുന്നത് ഭൗതികമായ ഏതെങ്കിലും വസ്തുവിനെയല്ല. വിശ്വബാലയിൽ നമ്മൾ അവിടെ അർപ്പിക്കുന്ന കാഴ്ച വസ്തു, അവിടെ അർപ്പിക്കപ്പെടുന്ന ബലി വസ്തു വാസ്തവത്തിൽ ഈശോ മിശിഹ തന്നെയാണ്. ഈശോ മിശിഹായുടെ തന്നെ ശരീരവും രക്തവും. അന്ന് കർത്താവ് തന്നെ അർപ്പിച്ച അതേ ബലി വസ്തുവിനെ തന്നെ നമ്മുടെ അത്താഴയിൽ വീണ്ടും വീണ്ടും നമുക്ക് വേണ്ടി കർത്താവിന്റെ ആ തിരുശരീര രക്തങ്ങളെ നമുക്ക് ആത്മീയ ഭോജനമായി വിളമ്പിത്തരിക. അത് നമുക്കറിയാം. ഈശോ അപ്പം വർദ്ധിപ്പിച്ച സംഭവം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈശോ ആശീർവദിച്ച് നൽകിയ അപ്പം വിളമ്പിക്കൊടുക്കുവാൻ ശിഷ്യന്മാരെയാണ് നിയോഗിച്ചത്. നിങ്ങൾ പന്തികളായി ഈ ജനക്കൂട്ടത്തെ ഇരുത്തുക. അങ്ങനെ പന്തികളായി അവരെ ഇരുത്തി അവർക്ക് ഈശോ ആശീർവദിച്ചു മുറിച്ചു കൊടുത്ത ആ അപ്പം വിളമ്പുവാൻ അവരെ നിയോഗിക്കുക. ബലഹീനരാണ്, എല്ലാത്തിലും ബലഹീനരാണ്. മൺപാത്രങ്ങളിൽ നൽകപ്പെടുന്ന ഒരു ദാനമാണ്, ഒരു നിക്ഷേപമാണ്. ആ മൺപാത്രം നമുക്കറിയാം ഉടഞ്ഞു പോകാൻ എളുപ്പമാണ്. അങ്ങനെ ഉടഞ്ഞു പോകാത്ത മൺപാത്രമായി ഈ വലിയ നിക്ഷേപം ഭദ്രമായി സംരക്ഷിക്കുവാൻ, ജീവിതാവസാനം വരെ അത് സംരക്ഷിക്കുവാൻ
ഇദ്ദേഹത്തിന് സാധിക്കട്ടെ, ഭവിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഈ സമൂഹത്തിന് നൽകുവാൻ, സഭയ്ക്ക് നൽകുവാൻ, ലോകത്തിന് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള വിളിയാണ്. വിളിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ മാത്രം നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, തൻ്റെ ജനത്തിന് മുഴുവൻ ഇതിലൂടെ നന്മ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെയാണ് ദൈവം ചിലരെ വിളിക്കുക. അതുകൊണ്ട് ഇന്ന് അഭിഷിക്തരാകുന്ന ഈ പുരോഗതാർത്ഥിയിലൂടെ ധാരാളം നന്മകൾ, ദൈവികമായ നന്മകൾ, സ്വർഗീയമായ നന്മകൾ ദൈവത്തിൻ്റെ ജനത്തിന് മുഴുവൻ ലഭിക്കുവാൻ ഇടയാകുവാൻ നമ്മുടെ തീവ്രമായ പ്രാർത്ഥന ആവശ്യമാണ്. യാതൊരു പോർവമേക്കാതെ ഈ വിളിയെ ഭദ്രമായി സംരക്ഷിക്കുവാൻ, അങ്ങനെ നല്ല മാതൃകാപരമായ പുരോഹിത ശുശ്രൂഷ ദൈവവിളിയെ വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകും. അത് മറ്റുള്ളവരെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യും. അങ്ങനെ നല്ല ആ പൗരോഹിത്യ സാക്ഷ്യത്തിൽ, പുരോഹിത സാക്ഷ്യത്തിലൂടെ ദൈവവിളിയെയും പരിപോഷിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെയും ഈ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഇത്തിരിപ്പെട്ട സ്വീകരണവും സമർത്ഥമായ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ കുടുംബത്തിൽ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന് ഈ വിളി സ്വീകരിക്കുവാൻ ഒരു കാരണമായി തീർന്നത്. അതുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾ ദൈവത്തോട് സഹകരിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കും. കാരണം ഇങ്ങനെയൊരു രണ്ട് മക്കളിൽ ഒരാളെ ഇപ്രകാരം ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ സാധിക്കുക, അത് കുടുംബത്തിൽ ഒരു ഭൗതികമായ നേട്ടമുണ്ടാക്കാമായിരുന്ന ഒരു പുത്രനെ ഇങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി നൽകുവാൻ സാധിച്ചത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ത്യാഗമാണ്. അങ്ങനെ ആ ത്യാഗത്തിന് ദൈവം അവർക്ക് 100 മടങ്ങ് ഫലം നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മുടെ എല്ലാവരെയും ഈ സന്യാസ സമൂഹത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. കർത്താവേ, സഹോദരനെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഹോദരനെ കൃപയുണ്ടാകണമേ. സ്വയം ത്യജിച്ചു കുരിശുപടുത്തതിനും അങ്ങേ അനുഗമിക്കുവാൻ, എല്ലാത്തിനുപരിയായി അങ്ങേ തീവ്രമായി സ്നേഹിക്കുവാനും കർത്താവേ, ഈ സഹോദരനെ കൃപയുണ്ടാകണമേ. ബ്രഹ്മചാര്യം വഴി സമ്പൂർണ്ണമായി അങ്ങേക്കാൾ അർപ്പണം ചെയ്യുവാനും, ദരിദ്രനായ തിരുനെ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും കർത്താവേ, ഈ സഹോദരനെ കൃപയുണ്ടാകണമേ. വിധേയനായ സഭാസേവനം അനുഷ്ഠിക്കുവാനും, ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും കർത്താവേ, ഈ സഹോദരനെ കൃപയുണ്ടാകണമേ. ഹൃദയമായി നിന്ന് പഠിക്കുവാനും കർത്താവേ, ഈ സഹോദരനെ കൃപയുണ്ടാകണമേ. പ്രസംഗത്തിൽ അഭിമാനം കൊള്ളുവാനും, ലോകം മുഴുവൻ സുവിശേഷ ദീപ്തി പരത്തുവാനും കർത്താവേ, ഈ സഹോദരനെ കൃപയുണ്ടാകണമേ. നല്ല സമറിയാക്കാനായിരിക്കുവാനും, അവസ്ഥയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും കർത്താവേ, ഈ സഹോദരനെ കൃപയുണ്ടാകണമേ. അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും, ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും കർത്താവേ, ഈ സഹോദരനെ കൃപയുണ്ടാകണമേ. അങ്ങയുടെ മക്കളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. അങ്ങയുടെ മക്കളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. I
പരസ്യമായി തിരുത്തിക്കുകയും അവരുടെയും നന്മയ്ക്കായ അമൃതം കർമ്മികൾ നൽകുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ വിഗ്രഹമായ അങ്ങനെയുള്ള വിനയപൂർവ്വം നമിക്കുന്ന അങ്ങയുടെ ദാസതയാത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ നാമം സ്വീകരിക്കുവാനും ഇണങ്ങുന്ന കാണിക്കുന്നതോടെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മരിയാവതം സ്വീകരിക്കുവാനും അധികാരമുള്ള മറ്റുള്ളവരുടെ മേൽ തുനിയുവാനും അങ്ങയുടെ ഹൃദയാൽ ഇയാളെ ഇങ്ങനാക്കണമേ. പൗരോഹിത്യധർമ്മം ശ്രദ്ധാവോടെ നിർവഹിക്കുവാനും ദിവരഹസ്യങ്ങൾ നിർഭയമായി വികരണം ചെയ്യുവാനും ഇയാൾക്ക് നൽകണമേ. ആധ്യാത്മികങ്ങളുടെ ദാതാവും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. തുടർന്ന് വരുന്ന ും